Dear students, നമ്മൾ നെറ്റ്വർക്ക് എന്താണെന്ന് കണ്ടായിരുന്നു അല്ലേ? നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. നെറ്റ്വർക്ക് എന്താണെന്ന്, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഡിവൈസസ് കണക്റ്റഡ് ആണ് അല്ലേ? അതിനാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ രണ്ട് രീതിയിൽ നമുക്ക് നടത്താം. പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷനും മൾട്ടി പോയിൻറ്റ് കണക്ഷനും അല്ലേ? പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ഏത് ഡിവൈസിനോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് ഡയറക്റ്റ് കണക്ഷനാണ്. വേറെ ഡിവൈസസ് ഒന്നും ഇൻ ബിറ്റ്വീൻ ഇല്ല. അപ്പോൾ ഒരു സെൻറ്ററും ഒരു റിസീവറും മാത്രം ഡയറക്റ്റായിട്ട് കേബിളിംഗ് വഴിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മൾട്ടി പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? നമുക്കൊരു മെയിൻ ഫ്രെയിം ഉണ്ടാവും. ആ മെയിൻ ഫ്രെയിമാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അത് റിസീവ് ചെയ്യാൻ ഒരുപാട് വേറെ റിസീവേഴ്സ് ഉണ്ടാവും. റിസീവറിൻ്റെ നമ്പർ 1 ആയിരിക്കില്ല, കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാവും. സോ ഒരു ലിങ്കിൽ നിന്ന് തന്നെ അതിലേക്കെല്ലാം കണക്ഷൻ പോകുന്നു. ഇതിനാണ് നമ്മൾ മൾട്ടി പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് നെറ്റ്വർക്ക് ടോപ്പോളജി പറയുകയാണ്. നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ദ വേ ഇൻ വിച്ച് ദ നെറ്റ്വർക്ക് ഈസ് ലെയ്ഡ് ഔട്ട് ഫിസിക്കലി. എങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് ഫിസിക്കലി സെറ്റാക്കി വെച്ചിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. ഫിസിക്കൽ ടോപ്പോളജി പറയുന്നത് ഏത് രീതിയിലാണോ അതിനെ ഫിസിക്കലി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പോളജീൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്. The topology of a network is the geographical representation of all the links and linking to each other. അതായത് ഒത്തിരി ലിങ്കുകൾ ഉണ്ടാവും അല്ലേ? നമുക്കൊരു ഡിവൈസിൽ നിന്ന് ഒരുപാട് ഡിവൈസിലേക്ക് കണക്ഷൻ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണക്ഷൻസ് ഉണ്ട്. ഈ ലിങ്കുകളെയെല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ലെറ്റ് ഇറ്റ് ബി ഓക്കെ, നമ്മളൊരു മോഡം വൈഫൈ മോഡം നമ്മളോട് വാങ്ങിച്ചു വെച്ചു എന്ന് വയ്ക്കും. ഒരു സാധാ മോഡം നമ്മുടെ മോഡം വെച്ച് കഴിഞ്ഞാൽ ആ മോഡത്തിൽ നിന്ന് ഞാൻ പറയുന്നത് ഫിസിക്കൽ നമ്മുടെ വൈഫൈ മോഡം അല്ല, ഒറിജിനൽ സാധാ മോഡം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്നിട്ട് ആ വീട്ടിലൊരു 4 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഈ മോഡത്തിൽ നിന്ന് ഏതൊക്കെ 4 കമ്പ്യൂട്ടറിലേക്ക് നെറ്റ് കണക്ഷൻ പോകും അല്ലേ? അപ്പോൾ മോഡത്തിലേക്ക് വരുന്നൊരു കണക്ഷൻ ഉണ്ടാവും, നമ്മുടെ പോർട്ടിൽ നിന്ന് വരുന്ന കണക്ഷൻ. ഓക്കെ, ആ വരുന്നൊരു കണക്ഷൻ ഉണ്ടാവും, പിന്നെ ഈ മോഡത്തിൽ വന്നിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ഇങ്ങനെ ഫിസിക്കലി ഇത് എങ്ങനെ കണക്റ്റഡ് ആയിരിക്കണം, ഏത് രീതിയിൽ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നതിനെ കാണിക്കാൻ വേണ്ടി ജോഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത്. ബേസിക് ടോപ്പോളജീസ് 4 എണ്ണമാണുള്ളത്. ഒന്ന് മെഷ് ടൈപ്പ്, സ്റ്റാർ ടൈപ്പ്, ബസ്, റിംഗ്. 4 എണ്ണം: മെഷ്, സ്റ്റാർ, ബസ്, റിംഗ്. 4 ടൈപ്പ് ടോപ്പോളജിയാണ് ഉള്ളത്. സോ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത് മെഷ് ടോപ്പോളജി. മെഷ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർ കണക്ഷൻ, ഒരു നെറ്റ്വർക്ക് അല്ലേ? ഒരു ഷേപ്പ് ഉണ്ടോ മെഷിനൊരു ഷേപ്പും ഇല്ല. മെഷ് എന്ന് നമ്മൾ പറയുക എന്താ, ഇറ്റ്സ് എ മെഷ് എന്നൊക്കെ പറയും. മുടിയൊക്കെ കൂട്ടിക്കെട്ടിയ പോലെ ഒരു റെഗുലർ പാറ്റേൺ ഇല്ലാത്ത ടൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കണക്ഷനെ നമ്മൾ പറയും ഇറ്റ്സ് എ മെഷ് എന്ന് പറയും. നമ്മുടെ ഈ പാത്രം കഴുകാനായിട്ട് നമ്മളൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ചെയിൻ നമ്മൾ മേടിക്കാൻ കിട്ടുമല്ലോ, അതിന് നമ്മൾ വിളിക്കുന്ന മെഷ് എന്നാണ്. കാരണം അതിലൊരു കൃത്യമായൊരു കണക്ഷൻ നമുക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടിക്കെട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനെയാണ് നമ്മൾ മെഷ് എന്ന് ഉദ്ദേശിക്കുക. അപ്പം മെഷ് ടൈപ്പാണ് ഫസ്റ്റ് ടോപ്പോളജി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെഷ് ടൈപ്പ് ടോപ്പോളജിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഡിവൈസിനും ഇൻഡിവിജ്വൽ കണക്ഷനുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനും ഒരു 10 സ്റ്റുഡൻസും ഉണ്ട് വയ്ക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഈ 10 സ്റ്റുഡൻസിനോടും ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയോ സ്റ്റുഡൻറ്റ് നമ്പർ 1 എന്ത് ചെയ്യും? സ്റ്റുഡൻറ്റ് നമ്പർ 1ന് എന്നോട് ഓൾറെഡി കണക്ഷൻ വന്നല്ലോ, ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഓൾറെഡി കണക്ഷൻ വന്നു. സ്റ്റുഡൻറ്റ് നമ്പർ 1ന് ബാക്കി 9 പേരുമായിട്ട് സ്റ്റുഡൻറ്റ് നമ്പർ 1 കണക്റ്റഡ് ആയിരിക്കും, വയർ കൊണ്ട് തന്നെ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഡയറക്റ്റ് കണക്ഷൻ വരും, പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ വരും. പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ സ്റ്റുഡൻറ്റ് നമ്പർ 2 വന്നപ്പോൾ ഓൾറെഡി ഞാനും കണക്റ്റഡ് ആണ്, സ്റ്റുഡൻറ്റ് നമ്പർ 1ഉം കണക്റ്റഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് സ്റ്റുഡൻറ്റ് നമ്പർ 2 കണക്ട് ചെയ്യും, പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ വരും. സ്റ്റുഡൻറ്റ് നമ്പർ 3 എന്ത് ചെയ്യും? സ്റ്റുഡൻറ്റ് നമ്പർ 3 ഓൾറെഡി ഇപ്പോൾ ഞാനും സ്റ്റുഡൻറ്റ് നമ്പർ 1ഉം 2ഉം കണക്റ്റഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് സ്റ്റുഡൻറ്റ് നമ്പർ 3 കണക്ട് ചെയ്യും. അപ്പോൾ എല്ലാ ഡിവൈസിനോടും ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസിനോടും എല്ലാവർക്കും തമ്മിൽ പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷനുണ്ട്. Every device has a dedicated point-to-point link to every other device. ഓക്കെ, അപ്പോൾ ഓരോ ഡിവൈസിനും നോഡെന്ന് നമുക്ക് വിളിക്കാം. എന്തുകൊണ്ടാണ് നോഡെന്ന് വിളിക്കുന്നത്? അവിടെ നിന്ന് മറ്റെല്ലാ ഡിവൈസിലേക്കും കണക്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ കണക്ഷനും മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് എല്ലാ ഡിവൈസസും.
അതിൽ ആ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസസും നോഡായിട്ട് ആക്ട് ചെയ്യും. കാരണം അവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് എല്ലാവരിലേക്കും കണക്ഷൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഒരു 5 ഡിവൈസസിൻ്റെ ഒരു മെഷ്. ഓക്കെ, അപ്പോൾ സ്റ്റേഷൻ 1 നോക്കൂ. സ്റ്റേഷൻ 1 നിന്ന് സ്റ്റേഷൻ 2 സ്റ്റേഷൻ 3 സ്റ്റേഷൻ 4 സ്റ്റേഷൻ 5 എല്ലാവരിലേക്കും വരച്ചിട്ടുണ്ട്. ഇനി സ്റ്റേഷൻ 2 ഓൾറെഡി സ്റ്റേഷൻ 1 ലിങ്ക്ഡ് ആണ്. ഓക്കെ, സോ സ്റ്റേഷൻ 2 നിന്ന് സ്റ്റേഷൻ 3 4 5 3 നിന്ന് ഓൾറെഡി 1ഉം 2ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 4 5 4 നിന്ന് 1ഉം 2ഉം 3ഉം ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. അപ്പോൾ 5 ഓക്കെ, ഇങ്ങനെയാണ് മെഷ് എന്ന് പറയുന്നത്. ഓരോ ഡിവൈസസിനും നെറ്റ്വർക്കിലുള്ള ഓരോ ഡിവൈസിനും എല്ലാ ഡിവൈസിനോടും പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്. ഇഫ് n ഈസ് ദി നമ്പർ ഓഫ് ഡിവൈസസ് ഓർ n ഈസ് ദി നമ്പർ ഓഫ് നോഡ്സ്, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ് ഈസ് ഗിവൺ ബൈ n ഇൻറ്റു n മൈനസ് 1/2. n ഇൻറ്റു n മൈനസ് 1/2. ഓക്കെ, അപ്പം നോക്കാം, ഇവിടെ 5 ഡിവൈസസ് ആണുള്ളത്. നമുക്കിവിടെ ഫിസിക്കലി എണ്ണാൻ സാധിക്കും. ഞാൻ അതാണ് നമ്പർ ഇട്ടിരിക്കുന്നത്. 1 2 3 4 5 6 7 8 9 10. 5 ഡിവൈസസ് ഞാൻ കണക്ട് ചെയ്ത് വെച്ച്. അപ്പോൾ 10 നമ്പേഴ്സ്, 10 ലൈൻ ഉണ്ട്, 10 ലിങ്ക് ഉണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് ഇക്വേഷൻ എത്ര നോഡാണ്? 5 നോഡാണുള്ളത് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 5 മൈനസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 4/2 വിച്ച് ഈസ് ഈക്വൽ ടു 10. ഓക്കെ, ഇതാണ് മെഷ് ടോപ്പോളജി. ഇനി എന്തൊക്കെയാണ് മെഷ് ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജസ്? ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, എല്ലാവർക്കും പോയിൻറ്റ് ടു പോയിൻറ്റ് ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. എല്ലാവർക്കും തമ്മിൽ ഡെഡിക്കേറ്റ് ചെയ്തൊരു ലൈൻ ഉണ്ട്. ഇപ്പോൾ എനിക്ക് സ്റ്റുഡൻറ്റ് നമ്പർ 1നോട് സംസാരിക്കണമെങ്കിൽ അതിനൊരു ഡെഡിക്കേറ്റഡ് ലൈനുണ്ട്, വേറെ ആരും ഇൻ്റർഫിയർ ചെയ്യാത്തൊരു ലൈൻ. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് ട്രാഫിക്കിൻ്റെ പ്രശ്നമില്ല. കാരണം ആ ലൈനിൽ വേറെ ആരോടും നമ്മൾ സംസാരിക്കുന്നില്ല. ഈ ഒരാളായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലൈനാണ്. അപ്പോൾ അതിനൊരിക്കലും ട്രാഫിക് പ്രോബ്ലം വരുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം ആലോചിച്ച് നോക്കൂ. ദ മെഷ് ടോപ്പോളജി ഈസ് റോബസ്റ്റ്. എന്താണ് ഈ റോബസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാനും സ്റ്റുഡൻറ്റ് നമ്പർ 1ഉം തമ്മിലുള്ള ലിങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, അത് ഞങ്ങൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി ഒറ്റ ലിങ്ക് സ്റ്റുഡൻറ്റ് നമ്പർ 2ഓ 3ഓ 4ഓ മറ്റൊരു ലിങ്കിലും അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് എല്ലാവർക്കും തമ്മിൽ സംസാരിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഒറ്റ ലിങ്കിനെ കുഴപ്പം. അതായത് ഒരെണ്ണത്തിന് വന്ന പ്രശ്നം കൊണ്ട് മറ്റാരും എഫക്റ്റഡ് ആകുന്നില്ല. അതാണ് മെഷ് ടോപ്പോളജീസ് റോബസ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് വൺ ലിങ്ക് ബിക്കം അൺയൂസബിൾ, ഇറ്റ് ഡസ് നോട്ട് എഫക്റ്റ് എനി അതർ ലിങ്ക്സ്. ഓക്കെ, മൂന്നാമത്തത് പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് ലിങ്കാണ് ഓരോരുത്തർക്കും. ആ ലിങ്കിലൂടെ ആ വ്യക്തിയോടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ പോകുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് ഡാറ്റ ഭയങ്കര സെക്യൂരിറ്റി ഉണ്ട് ആ ഡാറ്റയ്ക്ക് അല്ലേ. കാരണം വേറൊരു ലിങ്കും അതിലേക്ക് ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ലിങ്കിൽ കൊടുക്കുന്ന ഡാറ്റ സെക്യൂർ ആണല്ലോ, ഭയങ്കര പ്രൈവസി അതിന് കിട്ടുന്നുണ്ട്. നാലാമത്തെ, ഫോൾട്ട് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഫോൾട്ട് ഐസൊലേഷൻ ബിക്കം ഈസി. എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാനും സ്റ്റേഷൻ 1ഉം തമ്മിലുള്ള ലിങ്കിനാണ് പ്രോബ്ലം വന്ന് വയ്ക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അയക്കുന്ന ഡാറ്റ സ്റ്റേഷൻ 1ൽ കിട്ടിയില്ല. പക്ഷെ ഞാൻ സ്റ്റേഷൻ 2 ആയിട്ടും 3 ആയിട്ടും 4 ആയിട്ടൊക്കെ പ്രശ്നം അതൊന്നുമില്ല. അപ്പോൾ സ്റ്റേഷൻ 1ൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ആരുടെ ഡാറ്റയാണ് കിട്ടാത്തത്, സ്റ്റേഷൻ 1ലെ ഡാറ്റയാണ് കിട്ടാത്തത്. അപ്പോൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ സ്റ്റേഷൻ 1ഉം 2ഉം തമ്മിലുള്ള ലിങ്കിനാണ് പ്രോബ്ലം. ആ ഒരൊറ്റ വയറ് കണ്ടുപിടിക്കുക, ആ വയറ് മാറ്റുക, വേറൊരു വയറ് കണക്ട് ചെയ്യുക. അപ്പോൾ ഫോൾട്ടായത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഫോൾട്ടിനെ മാറ്റി ഐസൊലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനും എളുപ്പമാണ്. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാഫിക് ആയിരുന്നെങ്കിൽ, എല്ലാവരും ഷെയറിങ് ആണെങ്കിൽ സ്റ്റേഷൻ 1ൽ വരാത്തത് ഏത് ലിങ്ക് കേടായിട്ടാണ് എന്നത് അറിയാൻ പറ്റാതായി പോകുമായിരുന്നു. ഒരു ഡെഡിക്കേറ്റഡ് ലൈൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, എവിടെയാണ് കേടായത്. അപ്പം നമുക്കറിയാം നമ്മുടെ വീട്ടിലെ വയറിംഗ് ഒക്കെ ഇന്ന സ്വിച്ചിലേക്കുള്ള വയറിങ്, ആ ഒരൊറ്റ വയർ മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ ജസ്റ്റ് നമുക്കറിയാം, ഒരു പക്ഷേ നിങ്ങൾക്കും അറിയാമായിരിക്കും, കണക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കും. വയറിൽ കണക്ടിവിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. രണ്ട് എൻഡും തമ്മിൽ കണക്ഷൻ ഉണ്ടോ, ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ കണക്ടിവിറ്റി നോക്കും. ഒരെണ്ണത്തിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അത് മെഷ് ടോപ്പോളജി ആണെങ്കിൽ വളരെ ഈസിയാണ്. കാരണം ആ ഒരൊറ്റ ലിങ്ക് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഒന്നാമത്തെ കാര്യം ട്രാഫിക് പ്രോബ്ലം വരുന്നില്ല. രണ്ടാമത്തെ കാര്യം ഡാറ്റ ഭയങ്കര സെക്യൂർ ആണ്. മൂന്നാമത്തെ കാര്യം ഒന്നിൻ്റെ ട്രബിൾ ഇറ്റ് ഈസ് റോബസ്റ്റ്, ഒന്നിൻ്റെ ട്രബിൾ മറ്റൊന്നിനെയും എഫക്റ്റ് ചെയ്യുന്നില്ല.
നാലാമത്തെ കാര്യം ഫോൾട്ട് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഐസൊലേഷൻ കറക്ഷൻ എല്ലാം ഈസിയാണ്. ഓക്കെ, ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എല്ലാവരിലേക്കും ഡെഡിക്കേറ്റഡ് ലൈൻ പോവാണ്. അപ്പം ആലോചിച്ച് നോക്കൂ, നമ്പർ ഓഫ് ലൈൻസ് കൂടുതലാണ്, എമൗണ്ട് ഓഫ് കേബിളിംഗ് വളരെ കൂടുതലാണ്, നമ്പർ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് കൂടുതലാണ്. ഇതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതായത് ഒരു സെർവർ റൂമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, വലിയ ഇൻഡസ്ട്രീസിലോ വലിയ കമ്പനീസിലൊക്കെ പോവുകയാണെങ്കിൽ സെർവർ റൂം എന്ന് പറയുമ്പോൾ ആ കമ്പനീൻ്റെ ഉള്ള എല്ലാവരുടെയും ഡാറ്റ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഈ മെഷ് ടോപ്പോളജി വെച്ചാണ് അവരുടെ എല്ലാ കമ്പ്യൂട്ടേഴ്സും ടെലിഫോൺ ലൈൻസും പ്രിൻ്ററും എല്ലാം മെഷ് ടോപ്പോളജി യൂസ് ചെയ്ത് കണക്ട് ചെയ്യുവാണെങ്കിൽ ആലോചിച്ച് നോക്കുക, വയറുകളുടെ ഒരു ബഹളമായിരിക്കും. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ വയർലെസ് മൗസും വയർലെസ് കീബോർഡും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ ടേബിൾ ടോപ്പിൽ തന്നെ CPU മൗണ്ടഡ് ടേബിൾ ടോപ്പ് നമ്മൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വലിയ പണ്ടത്തെ CPU, പണ്ടത്തെ വയർഡ്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ വയറുകളുടെ കൂട്ടിക്കെട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. കമ്പ്യൂട്ടറിൻ്റെ പിന്നാലെ ഇഷ്ടം പോലെ വയർ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അപ്പം അത് വയറിങ് കേബിളിങ്ങിൻ്റെ ആ ഒരു ഡിഫിക്കൽറ്റി മെഷ് ടോപ്പോളജിയിൽ വളരെ വലിയൊരു പ്രോബ്ലമാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, അപ്പം നമുക്ക് അത്രയും സ്പേസ് അതെടുക്കും. ഈ പറയുന്ന വയറൊക്കെ കൂട്ടിക്കെട്ടി വെക്കാൻ പറ്റില്ല, എല്ലാം അതിനെ ഐസൊലേറ്റ് ചെയ്ത് വൃത്തിയാക്കി വെക്കണ്ടേ. അപ്പോൾ അത് ഒത്തിരി സ്പേസ് എടുക്കും, ഒത്തിരി ഡിഫിക്കൽട്ട് പ്രോബ്ലമാണ്. രണ്ടാമത്തെ ഹാർഡ്വെയർ ക്യാൻ ബി എക്സ്പെൻസീവ്. നമുക്കറിയാം എല്ലാ ഔട്ട്പുട്ട് പോർട്ടും എല്ലാ കേബിളിങ്ങും എല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്കറിയാം എത്ര സ്പീഡിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വേണമെന്നറിയില്ല, എത്ര ഡാറ്റ ക്യാരി ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പെസിഫിക്കേഷനുള്ള ലിങ്കുകളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഈ ഒരു മെഷ് ടോപ്പോളജി എക്സ്പെൻസീവാണ്. ഓക്കെ, ഇതിൻ്റെ കേബിളിംഗ് പ്രോസസ്സ് എക്സ്പെൻസീവാണ്. അതിനുവേണ്ടി മെനക്കെടാനുള്ള ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, ഇതെല്ലാമാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇതൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞത്. നമ്മൾ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തു, നെറ്റ്വർക്ക് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു, നെറ്റ്വർക്കിൻ്റെ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഗുഡ് നെറ്റ്വർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് 3 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയിരുന്നു. പിന്നെ നെറ്റ്വർക്കിൻ്റെ 2 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ്, പോയിൻറ്റ് ടു പോയിൻറ്റും മൾട്ടി പോയിൻറ്റ് കമ്മ്യൂണിക്കേഷനും പറഞ്ഞു. അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നെറ്റ്വർക്ക് ടോപ്പോളജിനെ പറ്റിയാണ്. നെറ്റ്വർക്ക് ടോപ്പോളജി 4 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് ടൈപ്പ് മെഷ് ടോപ്പോളജിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, വായിച്ച് നോക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ അന്നന്നത്തെ ഇത് ചെയ്ത് തന്നെ പോകാം. താങ്ക് യു വെരി മച്ച്. ലീവ് ചെയ്യാം.